അങ്ങനെ എനിക്ക് എന്തുകൊണ്ട് ഇവിടെ വിശേഷമെന്ന് ചോദിക്കുന്നവരോട് എനിക്കിവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഇതൊക്കെ തന്നെ. അപ്പൊ ഇന്നൊരു വെള്ളിയാഴ്ച പള്ളി പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. നാട്ടിലല്ലേ ഇപ്പൊ വിശേഷം, ഓച്ചിറയിൽ ഉത്സവം പിന്നെ കലോത്സവം ഒക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ വീടിനടുത്ത പള്ളിയിൽ കൈയിട്ടിട്ടുണ്ടാവും ജുമായ്ക്ക്. ഇവിടെ സമയമായി വരുന്നേ ഉള്ളൂ. അങ്ങനെ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നാണ് നാട്ടിലേക്ക് കോൾ ചെയ്യുന്നത്. ഇന്ന് ആപ്പി നേരത്തെ എത്തി. കുറെ നാളുകളായിട്ട് എല്ലാം തെറ്റിക്കിടന്ന ശരീരത്തിന്റെ പോക്ക് മൊത്തം വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ്. കഷ്ടപ്പെട്ട് കുറച്ച് വണ്ണമൊക്കെ ഇഷ്ടപ്പെട്ട് തിന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തി. ഇവിടെ റൂമിനടുത്ത് ഒരു ജിമ്മുണ്ട്, പക്ഷെ അത് പൂട്ടിക്കിടക്കുകയാണ്. എന്തൊക്കെയായാലും ഇവിടെ എല്ലാം സെറ്റ് ആയിട്ട് തിരിച്ച് പഴയ രീതിയിലേക്ക് എത്തണം, അല്ലെങ്കിൽ ആകെ ഒരു ഡിപ്രഷനും മൂകതയും ഉണ്ടാവും ലൈഫിൽ. അങ്ങനെ ജുമാക്ക് സമയമായി വരുന്നേ ഉള്ളൂ. മാമ മലാസിന്റെ അടുത്തുണ്ടെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. മാമാക്ക് ഇന്നോട് ഒരു വർക്ക് ഉണ്ട്, ഹണി റോസ് വരുന്ന ഒരു പ്രോഗ്രാമിന്റെ ഷൂട്ട് എന്ന് മാമാക്കാണ്. അങ്ങനെ കുറെ നേരം അവിടെ ഞങ്ങൾ സംസാരിച്ച് സമയമായപ്പോഴത്തേക്കും പള്ളിയിലേക്ക് പോയി. അങ്ങനെ ഒതുവെടുത്ത് നിസ്കാരം കഴിഞ്ഞപ്പോഴത്തേക്കും മാമാക്ക് വർക്കുള്ളതുകൊണ്ട് മാമ പോയി. തിരിച്ച് ഞാൻ റൂമിലേക്ക് തന്നെ പോയി. അങ്ങനെ റൂമിൽ വെള്ളിയാഴ്ച സ്പെഷ്യൽ ബിരിയാണി ഞങ്ങൾ എല്ലാവരും അതൊക്കെ കഴിച്ച് ഇന്നൊരു ഉറക്കം പാസാക്കി. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി. ഇവനെ കണ്ട ഒരു പ്രേംനസീറിന്റെ ലുക്കില്ലേ, ഇവൻ പ്രേംനസീറിന്റെ തൊട്ട അയൽക്കാരനായിട്ട് വരും. അങ്ങനെ പിന്നെ ടീഷർട്ടൊക്കെ ഒന്ന് നോക്കാൻ പോയി. അങ്ങനെ ഫൈസൽ വിളിച്ച് അവൻ ദമാമിന്ന് റിയാദ് എത്തിയിട്ടുണ്ട്, എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഇവന് ഏകദേശം 2 ദിവസത്തെ വ്യത്യാസമാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ അവൻ ദമാമിലേക്ക്, ഞാൻ ഇങ്ങോട്ട്. അങ്ങനെ വിസിറ്റ് കഴിഞ്ഞ് അടുത്ത മാസം അവൻ തിരിച്ചു പോകുന്ന എന്നോട് പറഞ്ഞു. അന്നേരം എന്തോ ഒന്ന് മനസ്സിൽ. അങ്ങനെ അവനെയും കണ്ട് ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞാൻ റൂമിലേക്ക് പോയി. അപ്പൊ ഇന്ന് ഇത്രേ ഉണ്ടായുള്ളൂ. അപ്പൊ ശരി, കാണാം.